പള്ളിത്തോട് കടത്തുകടവ് ബസ് സ്റ്റോപ്പിലെ വെയിറ്റിംഗ് ഷെഡിലെ ചിത്രങ്ങളാണ് ഇത്. ഫിഫ വേൾഡ് കപ്പ് 2026 മത്സരിക്കുന്ന പ്രധാന ടീമുകളുടെയും ഫുട്ബോൾ പ്ലെയേഴ്സിൻ്റെയും ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നാട്ടിൻപുറങ്ങളിൽ അനവധി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു. നാട്ടിൻപുറങ്ങളിൽ പലയിടങ്ങളിലും ഫുട്ബോൾ കളിയും പ്രാദേശിക ഫുട്ബോൾ ക്ലബ്ബുകളും ഉണ്ടായിരുന്നു. പുത്തൻകാവിൽ ക്ഷേത്രമുറ്റത്തും മനക്കോടത്ത് പള്ളിപ്പറമ്പിലും അല്ലെങ്കിൽ വലിയ കളത്തിലും പള്ളിത്തോട് പള്ളിമുറ്റത്തും ഫുട്ബോൾ കളിച്ചിരുന്നു. ഇതിൽ കുറച്ചുകൂടി പ്രൊഫഷണൽ ഫുട്ബോൾ കളിച്ചിരുന്നത് പള്ളിത്തോട് ടീമായിരുന്നു. പള്ളിത്തോട്ടിൽ നിന്ന് കുറച്ചുകൂടി വടക്കോട്ട് പോയാൽ ഇതിലും മികച്ച ടീമുകളും പ്രാദേശിക ഫുട്ബോൾ ടൂർണമെന്റുകളും ഉള്ള ഇടമായിരുന്നു അന്ന്. ബസ് സ്റ്റോപ്പിലെ ഈ ചിത്രങ്ങൾ വരച്ചത് ആരാണ് തുടങ്ങിയ കാര്യങ്ങൾ നാട്ടുകാരനായ സന്തോഷിനോട് ചോദിക്കാം. ഈ വർക്ക് ആരാ ചെയ്തത്? ഈ വർക്ക് ചെയ്തത് അഭയൻ എന്നാണ് പേര്. അഭിനയ ആക്ഷൻ എന്ന് പുള്ളിനെ അറിയപ്പെടും. പുള്ളി ഒരു 10-30 വർഷക്കാലമായിട്ട് വാഹനങ്ങളുടെ നമ്പർ എടുത്ത് പരിപാടികളൊക്കെ അറിയപ്പെടുന്നതാണ്. പിന്നെ സിനിമയിൽ ഹിന്ദി, തമിഴ്, മലയാളം അങ്ങനെ നിരവധി സിനിമയിലൊക്കെ ആർട്ട് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതിലുപരി എന്റെ ചേട്ടനുമാണ്. പള്ളിത്തോടുകാരനാണ്. പള്ളിത്തോടുകാരൻ, തൊട്ടടുത്ത് തന്നെ, നമ്മുടെ അടുത്ത് തന്നെ വീട്. പിന്നെ അദ്ദേഹത്തിന് ക്രിക്കറ്റും ഫുട്ബോളും ആണ് മെയിൻ ആയിട്ടുള്ള പരിപാടി. പിന്നെ പുതിയ തലമുറ ഇങ്ങനെ വെള്ളം അടിക്കുന്നതിനെ കുറിച്ച് പുള്ളിക്ക് ഭയങ്കര എതിർപ്പാണ്. അങ്ങനെയുള്ള പുള്ളി അടിപ്പിക്കുന്നൊന്നുമില്ല. പുള്ളിയുടെ ലക്ഷ്യം ക്ലബ്ബുകളൊക്കെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരിക, അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. എന്തായാലും സൗജന്യമായിട്ട് ഇത്തരം ചിത്രങ്ങൾ നമുക്ക് വേണ്ടി പള്ളത്തോട് കടത്തുറ ബേസിന് വേണ്ടി പുള്ളി വരച്ചു തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. പണമൊന്നും വാങ്ങിച്ചില്ല, ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് വരച്ചു. ഓക്കെ. നമ്മുടെ അർജന്റീന നല്ലൊരു ഫാനാണ്. അവൻ ജീവിതത്തിൽ അർജന്റീന മാത്രമേ നമുക്ക്, കാരണം ഒരു ഗോൾ അടിച്ചാൽ നമുക്ക് അർജന്റീന കപ്പ് കൊണ്ടുപോകും. കപ്പൊക്കെ മെസ്സിക്ക് ലാസ്റ്റ് ചാൻസ്. നമ്മളൊക്കെ ജീവിതത്തിൽ മെസ്സി മാത്രമേ ഉണ്ടാവും. മെസ്സി എന്നുള്ള ഇതാണ്, കാരണം ലാസ്റ്റ് ചാൻസ് ആയ ഇവരൊക്കെ ഒരു ഇത് കഴിഞ്ഞു. ഈ റോണിയോ, നെയ്മർ, ഇവിടെ ഏറ്റവും അധികം ആരാധകരുള്ളത് അർജന്റീനയ്ക്കും മെസ്സിക്കുമാണ്. രണ്ടാമത് ബ്രസീൽ, മൂന്നാമത് പോർച്ചുഗൽ, നാലാമത് ഇംഗ്ലണ്ടാണെന്നും പറയാം. അർജന്റീന ആരാധകനായ ഒരു വ്യക്തിയുടെ അഭിപ്രായം വളരെ ശ്രദ്ധേയമാണ്. ഇന്ത്യ എന്നെങ്കിലും ലോകകപ്പ് ഫുട്ബോളിൽ ഇടം പിടിച്ചാലും ഞാൻ അർജന്റീന ഫാൻസ് ആയിരിക്കും. അത് രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. മെസ്സിയുടെ ഫാനാണ്. നമ്മള് കളി കാണുന്ന മറഡോണ. നമ്മള് പണ്ട് തൊട്ട് തന്നെ നമ്മള് കേബിൾ മറ്റേ സാറ്റലൈറ്റ് സംപ്രേഷണം ഉള്ള ടൈമിന് തന്നെ നമ്മള് പള്ളിയില് നമ്മുടെ ഈ പള്ളിത്തോട് ഇടപോലെ തന്നെ മേടയിലാണ് കളിക്കൊണ്ടിരുന്നത്. അച്ഛനൊരു ഫുട്ബോൾ ആരാധകരാണ്. നമ്മുടെ ഒരു ബാല്യകാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്ലെയർ കണ്ടുകൊണ്ടിരുന്നത് അവിടെ ഇരുന്നാ കളി കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ തുടങ്ങി നമ്മള് അർജന്റീന ഫാനാണ്. അതായത് മറഡോണ കപ്പടിച്ചത് നമ്മൾ കണ്ടിട്ടില്ല. ഞാനൊക്കെ ജനിക്കുന്ന മുമ്പാട് കപ്പടിച്ചതാണ്. പക്ഷെ അന്ന് തുടങ്ങി അർജന്റീന നമ്മുടെ ബ്ലഡില് അലങ്ങിയിരിക്കുന്നത്. മെസ്സി എന്നൊരാളെന്ന് വെച്ചാൽ ഈ മിശിക, ഫുട്ബോളിന്റെ മിശിക. അത് വളരെ അയാളുടെ ദൗത്യം അയാൾ ക്ലിയർ ചെയ്യുന്നുണ്ട് ടീമില്. ഈ വേൾഡ് കപ്പിൽ തന്നെ ഏറ്റവും മികച്ച ഗോൾ അടിച്ചേക്കണം മെസ്സി തന്നെ. ഫുള്ള് ഗോൾ മെസ്സിയാണ് അടിച്ചേക്കണേ. ഏറ്റവും ടോപ്പ് ഗോൾ മെസ്സിയാണ്. അത് കഴിഞ്ഞ് എംബാപ്പ, ഈ ടീമൊക്കെ വന്നേക്കണത്. ഈ വേൾഡ് കപ്പില് കഴിഞ്ഞ വേൾഡ് കപ്പിൽ മൊത്തം വിട്ടാ അയാളുടെ ഒരു ആഗ്രഹമായിരുന്നു ഇതിലൊന്നും മൊത്തം ഇടണമെന്ന്. അത് മൊത്തം വിട്ട് ഈ ഒരു വേൾഡ് കപ്പിൽ കൂടി അയാൾ മൊത്തം വിട്ട് അയാൾ പോകും. ഈ വേൾഡ് കപ്പ് ആവേശം എന്ന് പറഞ്ഞാൽ മെസ്സിയാണ്. ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള മെസ്സിക്കാണ്. അർജന്റീന കപ്പ് കൊണ്ടുപോകും. അർജന്റീന കപ്പ് കൊണ്ടുപോകും. അർജന്റീന കപ്പ് കൊണ്ടുപോകുന്ന ഏറെ ആര് കൊണ്ടുപോകാനാണ്? ഇത് ഇത്രയും കളി കളിച്ചിട്ട് ഫുള്ള് കളി മെസ്സിയുടെ അണ്ടറിൽ തന്നെയാണ് കളി പോയിക്കൊണ്ടിരിക്കുന്നത്. ഫുള്ള് കളി അതൊന്നും പറയല കേട്ടാ. സൂപ്പർ കളി. 7 ഗോൾ അടിച്ച് മെസ്സി. ഈ വേൾഡ് കപ്പില് ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പില് ഗോൾ അടിച്ച ആളാണ് മെസ്സി. അയാൾക്ക് ഇനി എന്താ ഒന്നും നേടാനില്ല. ഇനി ഈ ഒരു നേട്ടം കൂടി അയാൾക്ക് കിട്ടും. ഈ 2026 വേൾഡ് കപ്പില് അയാളൊന്നും പൊത്തോട്ട് പോകും. അത് സൂപ്പർ ആയിരിക്കും.
അതേപോലെ തന്നെ ആയിരിക്കും എല്ലാവരുടെയും പ്രാർത്ഥന, എല്ലാവരുടെയും ആവേശം അല്ലേ? സതീഷണ്ണ, എങ്ങനെയാണ് അർജന്റീന കപ്പടിക്കണം? അർജന്റീന ഈ പ്രാവശ്യം മെസ്സി കളിയിൽ നിന്ന് വിരമിക്കുന്നു, ലോകത്തിൽ കളിക്കാനില്ല. അതുകൊണ്ട് അയാള് ഈ കപ്പ് മേടിച്ചു കഴിഞ്ഞിട്ട് വിരമിക്കുള്ളൂ. മറഡോണയൊക്കെ അയാളെ ശേഷം വന്നേക്കുന്ന ആളാണ് മെസ്സി. മെസ്സിക കപ്പടിക്കും, കപ്പിൽ മൊത്തം വിടും, എല്ലാം ചെയ്യും. ഇത് മറ്റുള്ളവരെല്ലാരും കണ്ട് ആവേശത്തോടെ കരഞ്ഞു നിൽക്കുക. ഇത്രയേ ഉള്ളു നമ്മൾ ആവേശം. ഇത് ഫുട്ബോൾ ആവേശമാണ് നിറഞ്ഞിരിക്കുന്നത്. എല്ലാ ടീമും ഉണ്ട്. സ്പെയിനുണ്ട്, ബ്രസീലുണ്ട്, പോർച്ചുഗലുണ്ട്, മറഡോണ ബ്രിച്ചറിനെ നമ്മൾ ഒരിച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഒരുക്കിയേക്കണത് ആർക്കും ഒരു ഇതിലാണ് നമ്മളെ ആ പ്ലേയേഴ്സ് നമ്മൾ കാണിച്ചേക്കണ. ഇന്ത്യ ഒരിക്കലും കളിക്കും, ഒരു നാൾ കളിക്കും എന്നുള്ള ചിന്തയാണ് നമുക്കുള്ളത്. ഇന്ത്യ കളിക്കുമ്പോ നമ്മള് അപ്പൊ ഇന്ത്യ കളിക്കുമ്പോ നമ്മള് ഇന്ത്യൻ ഫാനാവും. ഇന്ത്യൻ പേരല്ല, നമുക്ക് അപ്പോഴും നമ്മുടെ ഒരു രക്തം മാറില്ല. നമ്മുടെ രക്തം ഇത് തന്നെ, അർജന്റീന. അതാണ് നമ്മുടെ സങ്കടമായി പോയത്. ശരി, ഓക്കെ. വി വിൽ ആൾസോ പ്ലേ സെയിം ഡേ. ഇന്ത്യ ഒരു നാൾ കളിക്കുമെന്നാണ് ചിത്രകാരൻ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിലെ നിലവിലെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ച് നോക്കിയാൽ അതിനുള്ള സാധ്യത തീരെ ഇല്ല എന്ന് തന്നെ വേണം കരുതാൻ. ഹെൽസിങ്കി കപ്പിന്റെ U-12 വിഭാഗത്തിൽ പഞ്ചാബിലെ മിനർവ FC ചാമ്പ്യന്മാരായി. പരിശീലകൻ തന്റെ ഭാര്യയുടെ സ്വർണം വിറ്റാണ് മത്സരത്തിന് കുട്ടികളെ കൊണ്ടുപോയത്. കൂടുതൽ കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുവാൻ സമയം അനുവദിക്കുന്നില്ല.